ഹായ് ഹലോ. ഇന്നൊരു വൈകുന്നേരമാണേ. വൈകുന്നേരത്ത് ഞാനും ബൂവും കൂടെ വീട്ടിലേക്ക് വന്നതാണ്, പണിയുന്ന സ്ഥലത്തേക്ക്. വേറൊന്നുമല്ല. അപ്പോൾ ഞങ്ങൾക്കുള്ള വീടിന് മുകളിൽ വാട്ടർ ടാങ്ക് ഉണ്ട്. ആ വാട്ടർ ടാങ്ക് പ്ലാസ്റ്റിക് ഒക്കെ കഴിഞ്ഞ് കിടക്കുക. അപ്പോൾ അതൊന്ന് തേച്ച് കഴുകി വൃത്തിയാക്കി ഇടണം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതിൻ്റെ വാൽവൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഇന്ന് തികച്ചും ഞാൻ ഹെൽപ്പറായിട്ട് വന്നതാണ്. ബൂവാണ് മെയിൻ വർക്കർ. അപ്പോൾ അങ്ങനെ വന്നു. ആദ്യമേ തന്നെ പ്ലാസ്റ്ററിങ്ങൊക്കെ കഴിഞ്ഞ് കിടക്കുന്നതായതുകൊണ്ട് ക്ലീൻ ചെയ്യണമായിരുന്നു. അങ്ങനെ ബൂവ് ടാങ്കിനകത്ത് ഇറങ്ങിയിട്ട് അത് ക്ലീനൊക്കെ ചെയ്തു. അത് 2 അറയായിട്ടാണ് മുകളിലത്തെ ടാങ്കും ചെയ്തേക്കുന്നത്. അത് എന്തിനാണെന്ന് വെച്ചാൽ ഒന്ന് ഡ്രിങ്കിങ് വാട്ടറിനും 2 അല്ലാത്ത നമ്മുടെ ബാത്റൂം യൂസിനും അങ്ങനെയൊക്കെ ആയിട്ട് ഉപയോഗിക്കാമല്ലോ. എന്ന് വെച്ചാൽ ജലനിധിയുടെ വെള്ളവും വരും, നമുക്ക് കിണറ്റിലെ വെള്ളവും ഉണ്ടാവും. അപ്പോൾ അത് രണ്ടും 2 സെപ്പറേറ്റായിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് 2 ടാങ്ക് ഉണ്ടാക്കിയത്. താഴെ അതേപോലെ തന്നെ 2 ടാങ്കാണ് ഉള്ളത്. അതിനകത്ത് വന്ന് സ്റ്റോർ ചെയ്തതിന് ശേഷം വേണം ഇതിനകത്തേക്ക് മോട്ടറിൽ വെച്ച് കയറ്റാൻ. ഇതെപ്പോഴും 2-3 കണ്ടിട്ട് മോട്ടോട്ട് വെച്ചാല് ഇതിനുള്ള അഴുക്കളൊന്നും ഇതിലേക്ക് വരില്ല. വേണമെങ്കിൽ ഇവിടെ ഒരു ടെസ്റ്റസിന്റെ വിഷം ഉപയോഗിക്കാം. ഇത് 2 ചാമ്പറുകൾ തമ്മിലുള്ള അതിനകത്തുള്ള എംസാൻഡിൻ്റെ പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ, സിമെൻറ്റിൻ്റെ ഒക്കെ പൊടികളെല്ലാം തൂത്ത് നല്ല ക്ലീൻ ചെയ്ത് ഇടുകയാണേ. അത് ഡ്രൈ ആയതിന് ശേഷം മാത്രമേ നമുക്ക് വെള്ളം നിറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് ടോപ്പിൽ കണ്ടോ, എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഈ കോൺക്രീറ്റ് ടാങ്ക് ഉണ്ടാക്കുമ്പോൾ എല്ലാവരും അതിൻ്റെ മൂടി എന്തെങ്കിലും അടപ്പ് വെച്ച് അടച്ചു വെക്കുകയൊക്കെ ചെയ്യും. പക്ഷേ അതിനകത്തൊക്കെ ഗ്യാപ്പ് ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ, 1 പായൽ പിടിക്കാൻ സാധ്യതയുണ്ട്. 2 ഇതിനകത്ത് ചെറിയ ചുവന്ന പുഴുക്കൾ വരുമല്ലോ, നമ്മൾ ടാപ്പിലൂടെയൊക്കെ കാണുമല്ലോ. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിനകത്ത് ഗ്യാപ്പ് വരുമ്പോൾ ഇതിനകത്ത് ഈ പ്രാണികൾ വന്നിട്ട് മുട്ടയിട്ടിട്ട് അത് വിരിയുമ്പോൾ ഉള്ള ലാർവയാണ് ആ കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് ഗ്യാപ്പ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇപ്പോൾ ഇത് കണ്ടോ, ഇതിനകത്ത് ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഇതിനകത്ത് മാൻഹോൾ കവറുണ്ടല്ലോ, അത് മുകളിൽ വെച്ച് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ഒട്ടും ഗ്യാപ്പ് ഉണ്ടാവില്ല. അപ്പോൾ ഇതിനകത്തേക്ക് പിന്നെ പായലും പിടിക്കത്തില്ല. അതേപോലെ തന്നെ ഈ പ്രാണികളൊന്നും വന്ന് മുട്ടയിട്ട് അങ്ങനെ ലാർവകളൊന്നും ഉണ്ടാവത്തില്ല. വെള്ളം എപ്പോഴും നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ കോൺക്രീറ്റ് ടാങ്ക് ചെയ്യുന്നവരെല്ലാം ഇതൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണേ. ഇതിനകത്ത് പവറാ സെൻസറിങ് ഇടാനുള്ളല്ലേ? അത് വെള്ളം നിറഞ്ഞ് ഓവർഫ്ലോയാ വീഴുന്നത്. ഇത് ഔട്ട്ലെറ്റ്, ഇത് ഇൻലെറ്റ്, ഇത് ഷോട്ടല്ലേ? അത് നല്ല വെള്ളം നിറയ്ക്കുന്നതാ അത്. നല്ല വെള്ളം വരുന്നത്. ഈ കോൺക്രീറ്റ് ടാങ്കിനെ പറ്റി പലരും പല പരാതികളും പറയുന്നത് കേട്ടിട്ടുണ്ട്. എല്ലാവരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കോൺക്രീറ്റ് ടാങ്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് പുഴുക്കളെന്ന് പറഞ്ഞാൽ ഒരു തരം ചുമന്ന കളറിൽ ഇങ്ങനെ നൂല് കണക്കൊരു പുഴു വരും. അത് ടാപ്പിൽ കൂടെയൊക്കെ വരുന്നതാണ്. അപ്പോൾ ആളുകളുടെ വിചാരം എന്ന് പറഞ്ഞാൽ അത് കിണറിൻ്റെ കുഴപ്പമോ കിണറ്റിൽ നിന്ന് വരുന്നതാണെന്നുള്ളതാണ്. പക്ഷേ കിണറ്റിൽ നിന്നല്ല ഉണ്ടാവുന്നത്, ഈ ടാങ്കിൽ നിന്നാണ് ഉണ്ടാവുന്നത്. പ്രത്യേകിച്ച് കോൺക്രീറ്റ് ടാങ്കുകളിൽ ഇങ്ങനെയൊക്കെ വന്ന്
ലാർവകൾ വന്ന് ഈ പ്രാണികൾ വന്ന് മുട്ടയിട്ട് ലാർവ ആവാനൊക്കെ അതിനൊക്കെ ഉള്ള ഒരു സൗകര്യം ഉണ്ടല്ലോ. കാരണം കോൺക്രീറ്റ് ടാങ്കുകൾ ഒട്ടുമിക്ക ആൾക്കാരും അതിൻ്റെ ഉള്ളൊന്നും നല്ല ക്ലിയറായിട്ട് തേച്ച് പ്ലാസ്റ്റർ ചെയ്ത് ക്ലിയർ ആക്കൂല. അപ്പോൾ അതിനകത്ത് വരുന്ന ഗ്യാപ്പുകളിലൊക്കെ ഇത് വന്നിട്ട് മുട്ടയിട്ട് പിന്നെ ലാർവ വിരിഞ്ഞ് ഈ വെള്ളത്തിൽ ഇങ്ങനെ ഓടി നടക്കും. അത് നമ്മൾ ടാപ്പിലൂടെ നമ്മുടെ കിച്ചണിലേക്കൊക്കെ വരും. അപ്പം അതൊന്ന്. രണ്ട്, ഇതേപോലെ തന്നെ പിന്നെ ഈ പായൽ പിടിക്കുന്നത്, പച്ച പായൽ അത് പിടിക്കുന്നതും ഈ കവറൊന്നും ഇല്ലാതെ ഇങ്ങനെ തുറന്നു കിടക്കുന്നതും ഗ്യാപ്പുള്ളതുമായിട്ടുള്ള ടാങ്കുകളിലാണ് അങ്ങനെ വരുന്നത്. അപ്പം നമ്മൾ കോൺക്രീറ്റ് ടാങ്ക് ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും നമ്മൾ ഗ്യാപ്പ് ഇടാൻ പാടില്ല. നമ്മൾ ഇതേമാതിരിയുള്ള ടൈറ്റായിട്ടുള്ള മാൻഹോൾ കവറുകൾ വേണം ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിന് ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല. 100% അത് ഗ്യാരൻറ്റിയാണേ. പിന്നെ കൂടാതെ വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ നമ്മൾ പ്ലാസ്റ്റിക് ഫൈബറിൻ്റെ ടാങ്കുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ചൂടുള്ള കാലാവസ്ഥകളിൽ വെള്ളം നന്നായിട്ട് തിളച്ച പോലെ ചൂടായിട്ട് കിടക്കും. പക്ഷേ ഈ കോൺക്രീറ്റ് ടാങ്കുകളിലാണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടാവാറില്ല. എപ്പോഴും നല്ല തണുത്ത് തന്നെ വെള്ളം കിടക്കും. അപ്പോൾ അതും ഒരു പരിധി വരെ നമുക്ക് ഹെൽത്തിന് നല്ലൊരു കാര്യമാണേ. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. എൻ്റെ അഭിപ്രായം മാത്രം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. വരയിട്ടത് കാണുന്നില്ല. ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ വാൽവൊക്കെ ഇപ്പോൾ ഭൂ തന്നെ ഫിറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് വർക്കിന് ആവശ്യമുള്ള വെള്ളമൊക്കെ ഇതിനകത്ത് പമ്പ് ചെയ്ത് കയറ്റിയിടാമല്ലോ. കയറ്റിയിട്ട് കഴിഞ്ഞാൽ താഴേക്കൊക്കെ നമുക്ക് വർക്കിന് ആവശ്യമുള്ള വെള്ളം എല്ലാം കിട്ടും. പിന്നെ പ്ലംബിങ് ചെയ്യുന്ന സമയത്ത് എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്താൽ മതിയാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പ്ലംബറിനെ വിളിക്കാതെ തന്നെ, പ്ലംബറിനെ വിളിച്ചാൽ അവർക്ക് നേരമില്ല ഇത് മാത്രം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഭൂ തന്നെ ചെയ്യുകയാണേ. അത് താഴെ ഉണ്ടാക്കിയിരിക്കുന്ന ടാങ്കും 2 ഇതായിട്ട് തന്നെ ചെയ്തേക്കുന്ന 2 അറയായിട്ട്. കാരണം ഒന്ന് ഡ്രിങ്കിങ് വാട്ടറും ഒന്ന് ഈ ജലനിധിയുടെ വെള്ളവും വന്ന് നിറഞ്ഞു കിടക്കും. ഈ കാക്കയെ കണ്ടില്ലേ? ഈ തെങ്ങെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് മുന്നിലുള്ള തെങ്ങാണേ. അപ്പോൾ ഞങ്ങൾക്ക് ഈ ടെറസിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു കോലൊക്കെ ഒരു തോട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് എത്തും. അത്രയും ഹൈറ്റിൽ അത്രയായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ അതിനകത്ത് കൂടുണ്ട്. അതിനകത്ത് മുട്ടയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടാവുമായിരിക്കും. 2-3 കാക്കകൾ ഇങ്ങനെ ഇരിക്കും നമ്മൾ ആരെങ്കിലും മുകളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ. എന്നിട്ട് ചിലപ്പോൾ നമ്മളെ മുകളിൽ കൂടി, തലയുടെ മുകളിൽ കൂടി ഇങ്ങനെ വട്ടമിട്ട് പറക്കും. എനിക്ക് പേടിയാണ് കൊത്താനെങ്ങാണോണെന്നുള്ളതേ. കാക്കകൾ ഇങ്ങനെ കൊത്തുമല്ലോ. എവിടുന്ന്? ഇനി ഓസ് പിടിച്ചിട്ടുണ്ടേ. ആ പൈപ്പിൽ കൂടെ ഇടാൻ പറ്റൂല? മറ്റേ പൈപ്പിൽ കൂടെ അതല്ലേ നല്ലത്? സന്ധ്യ ആയതിൻ്റെ അലാറം മുഴങ്ങി തുടങ്ങി. അപ്പോൾ ഇപ്പോൾ കേൾക്കുന്നില്ലേ ചീവീടിൻ്റെ സൗണ്ട്? അമ്മോ, സന്ധ്യ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെവിയെ കണ്ട അത്രയും ഒച്ചത്തിലാണ് ഈ ചീവീടിൻ്റെ സൗണ്ട് വരുന്നത്. പിന്നെ
മോട്ടർ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ താഴേക്ക് ഇറങ്ങി പോവുകയാണ്. ആ കാണുന്നതാണ് ഞങ്ങളുടെ താഴത്തെ ടാങ്ക്. അപ്പോൾ അതിന് 2 മാൻഹോൾ കവർ വെച്ചിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. ഒരെണ്ണം ഇതും, ഇതിനകത്താണ് ഡ്രിങ്കിങ് വാട്ടർ വരുന്നത്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ടാങ്ക് എല്ലാം പമ്പ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് നേരെ മുകളിലേക്ക് ഇപ്പം പൊയ്ക്കോളും. ഒരുവിധം നിറഞ്ഞ് കിടക്കുക തന്നെയാണ് ആ ടാങ്ക്. അത് കാണുന്നുണ്ടോ അറിയത്തില്ല. പിന്നെ ഇനി അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരെണ്ണവും കൂടെ ഉണ്ട്. അത് ഈ റെയിൻ വാട്ടർ ഉണ്ടല്ലോ, നമ്മൾ മഴ പെയ്യുന്ന വെള്ളം, അത് ഫുള്ള് ഇതേമാതിരി ഈ പൈപ്പ് നീല പ്ലാസ്റ്റിക് പൈപ്പ് ഇട്ടിട്ട് എല്ലാത്തിൽ നിന്നും അതിനകത്തേക്ക് കൊടുത്തേക്കുക. അപ്പോൾ മഴ പെയ്യുമ്പോൾ ഫുള്ള് വെള്ളം വന്നിട്ട് അതിനകത്ത് നിറയും. അപ്പോൾ നമുക്ക് വീടിൻ്റെ പണിക്ക് ആവശ്യമുള്ള വെള്ളം എല്ലാം ഇതിനകത്തും കിട്ടും. ഇതിനകത്ത് നല്ല ഫുള്ളായിട്ട് കിടക്കുകയാണേ. ഇതിപ്പോൾ 2-3 വർഷമായ ടാങ്കാണ്. പക്ഷെ അതിനകത്തൊരു പിന്നെ പായലോ ഒന്നും പുഴുക്കളോ ഒന്നും വരത്തില്ല. അത്രയും നീറ്റായിട്ടാണ് കിടക്കുന്നത്. ഇനിയിപ്പോൾ ഭൂ വന്നിട്ട് ഇപ്പോൾ എന്താ വെള്ളം വീണ് തുടങ്ങിയിട്ടുണ്ട്. ഒരു ടാങ്കിനകത്ത് മാത്രം കേട്ടോ. ഇനി മറ്റേ ടാങ്കിനകത്ത് ഈ റെയിൻ വാട്ടറുള്ള ടാങ്ക് ഉണ്ടല്ലോ, ആ ടാങ്കിൽ നിന്നും കൂടെ ഭൂ ഒരു മോട്ടർ ഫിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മുകളിലത്തെ ഇപ്പുറത്തെ ടാങ്കിൽ ആ വെള്ളവും അടിച്ച് കയറ്റാൻ പറ്റും. ഇത് ഇവിടെ ഇരുന്നൊരു പഴയ മോട്ടറാണ്. അപ്പോൾ അത് മറ്റേ ടാങ്കിലേക്ക് ഈ ടാങ്കിലേക്ക് ഫിറ്റ് ചെയ്യുകയാണേ. അപ്പോൾ ഞങ്ങൾക്ക് വെള്ളത്തിന് പണിക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ. സന്ധ്യയായിപ്പോയി, നന്നായിട്ട് ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇനി അതും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകും. അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇത് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ, താങ്ക് യു.